കാസർഗോഡ് തലക്ലായി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കവർച്ച നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതികളെ പിടികൂടാനായില്ല. നവംബർ 30 ഞായറാഴ്ചയായിരുന്നു ക്ഷേത്രത്തിലെ സ്വർണ്ണ വെള്ളി ആഭരണങ്ങളും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച പണവും ഉൾപ്പെടെ കവർച്ച ചെയ്യപ്പെട്ടത്. രാവിലെ 6 മണിയോടെയാണ് കവർച്ച ക്ഷേത്രം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ക്ഷേത്രത്തിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാക്കൾ 2 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ മുദ്രവളകളും 15,000 രൂപ വില വരുന്ന 10 വെള്ളി മുദ്രവളകളും വെള്ളി നാഗപ്രതിമകളും ഷെൽഫിലുണ്ടായിരുന്ന 25,000 രൂപയും 2 ഭണ്ഡാരം തകർത്ത് അതിലെ പണവും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു. ജില്ലയിലെ പ്രശസ്തമായ ക്ഷേത്രമായതിനാൽ തന്നെ കവർച്ച ഭക്തജനങ്ങളെയും നാട്ടുകാരെയും അടക്കം വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. പോലീസ് അന്വേഷണം നടക്കുന്നതായും പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും ക്ഷേത്ര പരിപാലന സമിതി വൈസ് പ്രസിഡന്റ് രാഘവൻ, ജോയിന്റ് സെക്രട്ടറി പുരുഷോത്തമൻ, ജനറൽ സെക്രട്ടറി കുഞ്ഞിരാമൻ നായർ എന്നിവർ പറഞ്ഞു. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ കവർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പോലീസ് നിലയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് പിന്നെ എന്നാണ് പറഞ്ഞത്. ബാക്കി തുണ്ട് കിട്ടിയതായിട്ടൊന്നും അറിയില്ല. അവർക്കെന്ത് ഹിന്ദി കിട്ടിയതായിട്ടൊന്നും ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു പ്രസിദ്ധമായിട്ടൊരു ക്ഷേത്രമാണ്. ഈ കളവ് വന്നതോടുകൂടി ഭക്തർമാർക്ക് ഭയങ്കര നിരാശയുണ്ട്. അപ്പോൾ എന്നാലും നീതിയുക്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ പോലീസ് ചെയ്തിട്ട് ഈ കളവ് നടത്തിയ ആൾക്കാരെ പിടിക്കുന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതേപോലെ ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്കുണ്ട്. അപ്പോൾ നഷ്ടങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ആ നഷ്ടത്തിന്റെ പരിഹാര ക്രിയകൾ എന്നുള്ള രീതിയിലും ഒരുപാട് നഷ്ടങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും പോലീസ് ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നതായി പോലീസ് അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി മോഷണ മുതലുകളിൽപ്പെട്ട സാധനങ്ങൾ ഏതെങ്കിലും ഷോപ്പിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ വിൽക്കുന്നതിനോ പണയം വയ്ക്കുന്നതിനോ കൊണ്ടുവരികയാണെങ്കിൽ ഉടൻ തന്നെ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുവാൻ അറിയിച്ചുകൊണ്ട് പോലീസ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.